ഷോപ്പ് എനിക്ക് വേണമെങ്കിൽ അന്ന് എന്ത് വേണമെങ്കിലും തുടങ്ങാമായിരുന്നു. ഇത് പക്ഷെ ഞാൻ തുടങ്ങിയത് സ്വർണ്ണക്കടയാണ്. സ്വർണ്ണക്കട. സ്വർണ്ണക്കട. അപ്പൊ പാത്രത്തിൽ നിന്ന് വെള്ളിയായി, വെള്ളിയിൽ നിന്ന് സ്വർണ്ണം. അപ്പൊ ഇങ്ങനെ കയറ്റമാണ്. എനിക്ക് ഇതിന് ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക് സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ. അതിൻ്റെ ഒരു ധൈര്യത്തിൽ ഞാൻ എല്ലാ ആളുകളോടും ഇതിനെ പറ്റി പറയുകയും അതുപോലെ കടയൊക്കെ എടുത്ത് പബ്ലിഷ് ചെയ്ത് എല്ലാവരെയും ക്ഷണിക്കുകയും എല്ലാം കാര്യങ്ങളൊക്കെ നടത്തി. അവസാനം നിമിഷമാണ് ലോൺ ശരിയാവുന്നത്. നമ്മളെ അവോയ്ഡ് ചെയ്യുമ്പോൾ അവരുടെ മുന്നിലേക്ക് ഉയർത്തി കാണിക്കേണ്ടതാണ് ലൈഫ്, അല്ലാണ്ട് അവിടെ നിന്ന് കരഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ 400 പേർക്ക് തൊഴിൽ കൊടുക്കുന്ന പറയുമ്പോൾ നമുക്ക് എന്ത് വിറ്റുവരവുണ്ട് കവിത ഫിനാൻസും നമ്മുടെ ഗ്രൂപ്പ് എടുത്ത്? കവിതാനിധിയിൽ മാത്രം ഏതാണ്ട് ഒരു 100 കോടിയിലധികം ബിസിനസ് ഉണ്ട്. നമ്മുടെ NBFCയുടെ ബ്രാഞ്ചസ് ഒരു 50 ബ്രാഞ്ച് ആക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു സെക്രട്ടറി. ബ്രാഞ്ച് ആക്കുന്നതോടൊപ്പം തന്നെ ഒരു 1000 പേർക്ക് തൊഴിൽ കൊടുക്കാനുള്ളത്. അതോടൊപ്പം തന്നെ ഈ അതിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം, അതായത് CSR ഫണ്ട് ഉപയോഗിച്ചിട്ട് ഒരു ചാരിറ്റബിൾ ട്രസ്റ്റൊക്കെ രൂപീകരിച്ച് സമൂഹത്തിന് വേണ്ടിയിട്ട് സേവനം, നല്ല സർവീസൊക്കെ ചെയ്ത് ഹായ്, ഞാൻ ഷമീം റഫീഖ്, കോർപ്പറേറ്റ് ട്രെയിനർ, ബിസിനസ് കോച്ച്. സ്പാർക്കുള്ള ഒരു പുതിയ എഡിഷനിലേക്ക് സ്വാഗതം. എളിയ തുടക്കങ്ങളിൽ നിന്നാണ് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കുന്നത് സംരംഭകർ. ഈ എളിയ തുടക്കത്തിൻ്റെ പിന്നിൽ പരിശ്രമം, ആത്മാർത്ഥത, കൂടെ കുറേ ആൾക്കാർ, ഇതൊക്കെ ഉണ്ടെങ്കിലേ ബിസിനസ് വിജയിക്കൂ. എന്നാൽ ഇന്ന് അത്തരം സ്പാർക്കുള്ള ഒരു കഥയുമായാണ് ദമ്പതികൾ എൻ്റെ മുന്നിലിരിക്കുന്നത്. തീർച്ചയായും ഈ എളിമയുള്ള കഥയ്ക്ക് ഒരു വലിയ സ്പാർക്കുണ്ട്, നമുക്കേറെ പഠിക്കാനുമുണ്ട്. ഇന്ന് എന്നോടൊപ്പം സ്പാർക്കുള്ള ഈ കഥ പറയാനിരിക്കുന്നത് വർഗീസ് ചേട്ടനും അദ്ദേഹത്തിൻ്റെ പത്നി കവിതയുമാണ്. രണ്ടുപേർക്കും സ്വാഗതം സ്പാർക്കിലേക്ക്. താങ്കളുടെ നാട് എവിടെയാണ്? നോർത്ത് പറവൂരാണ്, എറണാകുളം ജില്ലയിലുള്ള നോർത്ത്. അതെ അതെ. പഠിച്ചതൊക്കെ പട്ടണം എന്ന് പറയുന്ന സ്ഥലത്ത് ഗവൺമെൻറ് LP സ്കൂളിലാണ് 4 വരെ പഠിച്ചത്. പിന്നീട് അതിന് ശേഷം പുതിയകാവ് ഗവൺമെൻറ് ഹൈസ്കൂളിൽ 10ാം ക്ലാസ് വരെ പഠിച്ചു. അതിനുശേഷം പിന്നെ പൂനമാവ് ചവറ മെമ്മോറിയൽ ITയിൽ 2 വർഷം പഠിച്ചു. താങ്കളുടെ സ്വദേശം എവിടെയാണ്? എൻ്റെ വീട് ഞാറക്കലാണ്. ഞാൻ ഞാറക്കൽ സെൻറ്റ് മേരീസിലാണ് പഠിച്ചത്. അവിടെ തന്നെയുള്ള ഒരു കോൺവെൻറ്റിലാണ് 7 തുടങ്ങി 10 വരെ പഠിച്ചത്. അത് കഴിഞ്ഞ് മേരിമാത കോളേജിൽ ഞാറക്കലുള്ള തന്നെ. ഞാൻ വർഗീസിലോട്ട് വരാം. താങ്കളുടെ ജീവിതം വളരെ സ്ട്രഗിൾസ് നിറഞ്ഞൊരു ജീവിതമായിരുന്നു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്, അല്ലേ? അപ്പോൾ താങ്കളുടെ ജീവിതത്തിൻ്റെ സ്പാർക്കുകളൊക്കെ എവിടെയാണ്? ഒരു പഠനം നിർത്തേണ്ട സാഹചര്യം വന്നു. മാതാപിതാക്കൾ എന്ത് ബിസിനസ്സിലായിരുന്നു, അല്ലെങ്കിൽ എന്തായിരുന്നു ചെയ്തിരുന്നവർ? മാതാപിതാക്കൾ എന്ന് പറയുന്നത് അപ്പച്ചനെ പാത്രത്തിൻ്റെ ഇൻസ്റ്റാൾമെൻറ്റ് കച്ചവടമായിരുന്നു. എൻ്റെ മൂത്ത ജ്യേഷ്ഠനും അത് തന്നെയായിരുന്നു ഈ ഇടപാട്. അപ്പോൾ താങ്കൾ ചെറുപ്രായത്തിൽ തന്നെ ഈ കച്ചവടത്തിൽ ഇറങ്ങി, അല്ലേ? അതെ അതെ. എന്തായിരുന്നു ചെയ്തിരുന്നത്? ഞാൻ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഈ ചെറിയ പിള്ളേർ, അവർ കാരണന്മാർക്കൊക്കെ പാത്രക്കച്ചവടം ആയിരിക്കുള്ളൂ, ഇൻസ്റ്റാൾമെൻറ്റ് കച്ചവടമൊക്കെ ആയിരിക്കുള്ളൂ. അപ്പോൾ പിള്ളേർ പഴയ ആക്രി സാധനങ്ങളൊക്കെ എടുത്ത് കച്ചവടം നടക്കുന്ന ഒരു പതിവ് പണ്ട് കാലത്തുണ്ടായിരുന്നു. അപ്പോൾ ആ കൂട്ടത്തിൽ ഞാനും ആ വഴിക്ക് തിരിഞ്ഞതാണ്. ഇപ്പോൾ തുടക്കത്തിൽ എൻ്റെ കൂടെ എന്നെ ഈ ഫീൽഡിൽ ഇറക്കിയത് എൻ്റെ വല്യപ്പൻ്റെ മകൻ ജോസും അതുപോലെ തന്നെ ഇളയപ്പൻ്റെ മകൻ ടൈറ്റസും. അത്യാവശ്യം ചില്ലറയൊക്കെ കിട്ടുമെന്ന്? പിന്നെ അത് തീർച്ചയായിട്ടും. വീട്ടിൽ അതിൽ ഇൻവോൾവ് ആവാനുള്ളൊരു സാഹചര്യം എങ്ങനെ ഉണ്ടായി? വീട്ടിൽ ഇൻവോൾവഡ് ആവാനുള്ള കാരണം വെച്ചാൽ നമ്മളെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, അത് വീട്ടിലേക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് ഒരു വലിയ കാര്യമല്ലേ. അത് പണ്ട് പോലെ എനിക്ക് അങ്ങനെ ഉണ്ടായിരുന്നു. എത്ര മക്കളായിരുന്നു? ഞങ്ങൾ 7 മക്കളാണ്. അപ്പോൾ താങ്കളുടെ പിതാവിനൊരു പ്രശ്നം വന്നു കഴിഞ്ഞപ്പോൾ താങ്കൾ അതിൽ സഹായിക്കുകയുണ്ടായില്ലേ? എന്തായിരുന്നു? പിതാവിന് ഡിസ്ക് കംപ്ലൈൻറ്റ് ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം ഹോസ്പിറ്റലിൽ പോയി വന്നു കഴിഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, ഇനി മുതൽ ബിസിനസ് നടക്കാൻ പറ്റില്ല, അപ്പോൾ അതുകൊണ്ട് കിടപ്പ് കിടക്കണം. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ അത് എത്ര വയസ്സുണ്ട് താങ്കൾ? അത് എനിക്ക് വന്ന് 12 വയസ്സ്. 7ാം ക്ലാസ്സിൽ ഞാൻ പഠിക്കും. 12 വയസ്സിൽ പിതാവിന്റെ കച്ചവടം ഏറ്റെടുക്കും. അതെ അതെ. അപ്പൊ അന്ന് ഈ പാത്രമൊക്കെ ചുവന്നുകൊണ്ടാണ് നടക്കുന്നത്? അതെ, അത് നമ്മൾ ഒന്നുകൊണ്ട് നടക്കണ്ട, ഒരു പണിക്കാരനുണ്ടാവും. നമ്മള് അതിന്റെ കൂടെ മുതലാളി ആയിട്ട് അതെ, മുതലാളിയാണെന്നു. അപ്പൊ അന്ന് 12 വയസ്സിൽ മുതലാളി? അതെ അതെ. എന്നിട്ട് അത് ഇങ്ങനെ പോയോ അതോ നിർത്തേണ്ടി വന്നോ? ഇല്ല, 6 മാസം കൊണ്ട് അപ്പച്ചൻ ഓക്കെ ആയി, നേരത്തെ പോലെ ഓക്കെ ആയി. പക്ഷേ ഞാൻ പിന്നീട്
എന്താ പറയാ, എനിക്കൊന്നും ചെയ്യാനില്ലാത്തൊരവസ്ഥ. അപ്പൊ പിന്നെ എന്ത് ചെയ്തു? പഠിത്തത്തിലോട്ട് പോയോ അതോ കച്ചവടം തന്നെ ചെയ്തു? ഇല്ല, സ്കൂളിൽ പോയി ചേരാണ്ട് പിന്നെ പറ്റൂല്ലോ, കാരണം സമയം കഴിഞ്ഞു പോയി. പിന്നെ ഒരു വർഷം 2 വർഷം ഞാൻ വെറുതെ നടക്കേണ്ടി വന്നു. അപ്പോൾ വെറുതെ നടന്നില്ല, ഫുൾ ടൈം ഈ ആക്രി സാധനങ്ങളൊക്കെ എടുക്കാനും അത് കച്ചവടം ചെയ്ത് ഉള്ള ഫുൾ ടൈം കച്ചവടമായിരുന്നു. അപ്പൊ വീട്ടിലേക്കും ഈ പണമൊക്കെ ആവശ്യമുണ്ട്. തീർച്ചയായിട്ടും. ഇപ്പോൾ വീട്ടിൽ അന്ന് 7 മക്കളാണ് ഞങ്ങൾ. അപ്പോൾ അമ്മയുണ്ട്, അപ്പനുണ്ട്, അമ്മൂമ്മയുണ്ട്. അപ്പോൾ ഇത്രയും പേരടങ്ങുന്ന 10 പേരടങ്ങുന്ന ഒരു കുടുംബം. അപ്പോൾ എന്നെ കൊണ്ട് പറ്റുന്ന എന്തെങ്കിലും ഒരു കോൺട്രിബ്യൂഷൻ അവിടെ എത്തിക്കാൻ പറ്റിയാൽ അത് നല്ല കാര്യമായിട്ടാണ് എനിക്ക് അന്നും തോന്നിയിട്ടുണ്ട്. പക്ഷെ താങ്കൾ പഠനം നിർത്തിയില്ല അതിനിടയിൽ അല്ലേ? പഠനം വീണ്ടും തുടങ്ങി 2 വർഷം കഴിഞ്ഞപ്പോൾ, ഞാൻ പറഞ്ഞില്ലേ, 2 വർഷം കഴിഞ്ഞപ്പോൾ രണ്ടാമത് ചെന്ന് ചേർന്നു. 7ാം ക്ലാസ്സിൽ ചേർന്നു. 10ാം ക്ലാസ് വരെ 10 പാസ്സായി. അതിനുശേഷം പ്രീ ഡിഗ്രിക്ക് ചേരാൻ പറ്റില്ല, കാരണം കോളേജിലൊന്നും അഡ്മിഷൻ കിട്ടാനുള്ള മാർക്കൊന്നും ഉണ്ടായിരുന്നില്ല. ITCയിൽ ഫിറ്റർ ട്രേഡ് എടുത്ത് പാസ്സായി. ഗൾഫിൽ പോകണമെന്നായിരുന്നു ആഗ്രഹം, പക്ഷേ നടന്നില്ല. അതിനുശേഷം വീണ്ടും അപ്പച്ചൻ അപ്പോഴേക്കും ഓക്കെ ആയി. വീണ്ടും ഒരു റിട്ടയർ ചെയ്ത പോലെയായി. അപ്പച്ചൻ്റെ കച്ചവടം എനിക്ക് ഏൽപ്പിച്ചു തന്ന് ഞാനത് ഏറ്റെടുത്ത് തുടങ്ങുകയാണ് ചെയ്തത്. അത് പിന്നീട് വിപുലീകരിച്ചോ? അതെ, പാത്ര കച്ചവടം പിന്നീട് കുറേ കഴിഞ്ഞപ്പോൾ അതെൻ്റെ അനിയനെ ഏൽപ്പിച്ചു കൊടുത്തു, പൗലോസ്. അതിനുശേഷം ഞാൻ വെള്ളി ആഭരണങ്ങളുടെ കച്ചവടം. വെള്ളി ആഭരണം. അപ്പൊ പാത്രത്തിൽ നിന്ന് വെള്ളിയിലേക്ക്. അതെ. അപ്പൊ കുറച്ചുകൂടെ ഒരു ഉയർന്ന സാധനമാണ്. അതെ അതെ. ഓക്കെ. അപ്പൊ അന്ന് പ്രായം വളരെ കുറവാണ് അല്ലേ? പ്രായം എന്ന് പറയുന്നത് പറയുന്നുണ്ടെങ്കിൽ ഒരു 16-17 വയസ്സൊക്കെ ഉണ്ടാവും. 17 വയസ്സിലാണ് വെള്ളിക്കച്ചവടം. 17-18 വയസ്സൊക്കെ ഉണ്ടാവും. അപ്പൊ അത് എന്തായിരുന്നു, എങ്ങനെയാണ് ഈ വെള്ളിക്കച്ചവടം? അത് ഇൻസ്റ്റാൾമെൻ്റ് ആണ്. ഇപ്പോൾ ഇൻസ്റ്റാൾമെൻറ്റ് ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെയാണ്. ഈ ഇൻസ്റ്റാൾമെൻറ്റ് വ്യാപാരത്തിൻ്റെ നാടാണ്, ഈ സാധാരണക്കാരുടെ നാടാണ്. അപ്പോൾ ഇപ്പോഴല്ല, ഇപ്പോഴൊക്കെ മാറിപ്പോയി. പക്ഷെ പണ്ട് എല്ലാവരും ഈ പറഞ്ഞ പോലെയുള്ള ഇൻസ്റ്റാൾമെൻറ്റ് വ്യാപാരം. അപ്പൊ അത് നന്നായി പോയോ? നന്നായിട്ട് പോയിരുന്നു. അത് വിജയിച്ചു? വിജയിച്ചു. ഓക്കെ. അപ്പൊ അതൊന്ന് സ്കെയിലപ്പ് ഒക്കെ ചെയ്തോ? പിന്നെ എന്ത് ചെയ്തു? അതിനുശേഷം ഞാനത് ഹോൾസെയിൽ രൂപത്തിലേക്കാക്കി. അതായത് എന്നെ പോലെയുള്ള കച്ചവടക്കാർക്ക് കൊടുക്കുന്ന രീതിയിലുള്ള ഒരു വ്യാപാരത്തിലേക്ക് മാറി. ഞാൻ സേലത്ത് പോയിട്ട് ഒന്നിച്ചെടുക്കും, ഇവിടെ കൊണ്ടുവന്ന് ഞാനത് നമ്മളെപ്പോലുള്ള കച്ചവടക്കാർക്ക് ഹോൾസെയിലായിട്ട് കൊടുക്കും. ഓക്കെ. അപ്പോൾ നാട്ടിലെ ഒരു കൊച്ചു അത്യാവശ്യം നല്ലൊരു വരുമാനമുണ്ട്. മാത്രമല്ല, ഇപ്പം ഞാൻ ഈ വെള്ളി ആഭരണത്തിൻ്റെ കച്ചവടം ഇൻസ്റ്റാൾമെൻറ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ എൻ്റെ ചേട്ടനും അനിയന്മാരൊക്കെ ചേർന്നിട്ട് ഞങ്ങൾ ഈ ഒരു ഡെക്കറേഷൻ്റെ പരിപാടി, ഇന്നത്തെ ഡെക്കറേഷൻ എന്ന് പറഞ്ഞാൽ പന്തൽ സെറ്റ്. അതായത് ഇന്ന് പറയുന്നുണ്ടെങ്കിൽ ഈവൻറ്റ് മാനേജ്മെൻ്റ് ഇല്ലേ, അത് പണ്ട് പന്തൽ സെറ്റ് എന്നാണ് പറയുക. അപ്പോൾ അന്ന് ഞങ്ങളത് ഒരു സ്ഥാപനം അങ്ങനെ തുടങ്ങി. അതിന്നുണ്ട്. ഞാൻ പക്ഷേ അതിൽ നിന്ന് മാറി. പിന്നെ അതുപോലെ തന്നെ അത് ചേട്ടനാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഒരു സോപ്പ് നിർമ്മാണ ഇൻസ്റ്റാൾമെൻറ്റ് കച്ചവടമായിരുന്നു, അലക്ക് സോപ്പിൻ്റെ കച്ചവടമായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ അത് നിർമ്മാണ യൂണിറ്റ് ഉണ്ടാക്കി. അതൊക്കെ നന്നായിട്ട് ചെയ്തിരുന്ന. ഈ കച്ചവടം ചെയ്യുമ്പോൾ ഒരു കച്ചവടം മാത്രമല്ല ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. ഒരേ സമയം 1, 2, 3 കച്ചവടം എന്തെങ്കിലുമൊക്കെ ചെയ്യും. പന്തൽ സെറ്റ് മാറി സോപ്പ് കച്ചവടം നന്നായോ? നന്നായിട്ട് പോയി. പക്ഷെ പിന്നെ അത് ഇടയ്ക്ക് വെച്ച് ഡ്രോപ്പ് ഔട്ടായി. നഷ്ടം വന്നു. നഷ്ടം. അപ്പൊ വീണ്ടും പഴയ വെള്ളിക്കച്ചവടം തന്നെ. വലിയ കച്ചവടം. അപ്പൊ അങ്ങനെ നാട്ടിലൊരു പ്രമാണിയൊക്കെയാണ്. അപ്പൊ ഒരു കല്യാണം കഴിക്കാനുള്ള പ്രായം ആയിട്ടുണ്ടാവും അല്ലേ? ഞാൻ കല്യാണം കഴിച്ചത് ഏതാണ്ട് 27 വയസ്സിലാണ്. 27 വയസ്സ്. അപ്പൊ പിന്നെ ഞാൻ ഇദ്ദേഹത്തെ ഉൾപ്പെടുത്തിയേ പറ്റുള്ളൂ അല്ലേ? ഓക്കെ. അപ്പോ കവിത ഇദ്ദേഹത്തെ എവിടെയാണ് കണ്ടുമുട്ടുന്നത്? പഠനമൊക്കെ കഴിഞ്ഞ് എങ്ങനെയായിരുന്നു വിവാഹം? ഇവര് പെണ്ണ് കാണാൻ വേണ്ടിയിട്ട് വീട്ടിൽ വരുമെന്ന് പറഞ്ഞിരുന്നു. അന്നത്തെ ദിവസം ഇവർക്ക് എത്താൻ പറ്റിയില്ല. പിറ്റേന്ന് ഞാനൊരു കല്യാണ വീട്ടിൽ ഞാനും അപ്പച്ചനും കൂടി പോയേക്കായിരുന്നു. അപ്പൊ ചേട്ടനും അളിയനും കൂടി എന്നെ കാണാൻ വേണ്ടിയിട്ട് ഒരു ഹർത്താലായിരുന്നു അന്ന്. അവരവിടെ വന്ന് കല്യാണ വീട്ടിൽ കാണാൻ വന്നു. അപ്പൊ നമ്മൾക്ക് ആ സമയത്ത് ഒരു ഡിസ്റ്റർബൻസ് ആയിരിക്കുമല്ലോ. എന്നാൽ പോലും അപ്പച്ചൻ പറഞ്ഞു നമ്മളെ കാണാൻ വേണ്ടിയിട്ട് അവർ ഇവിടത്തോളം വന്നേക്കണല്ലേ എന്ന് പറഞ്ഞിട്ട്. എൻ്റെ അപ്പച്ചൻ ഗൾഫിലായിരുന്നു. അപ്പച്ചൻ ഒരു മരപ്പണിക്കാരനായിരുന്നു. ഒരു 17 വർഷം അപ്പച്ചൻ ഗൾഫിലായിരുന്നു. എനിക്കൊരു ബ്രദർ ഉണ്ട്, പിന്നെ അമ്മച്ചി, ഞങ്ങൾ 4 പേര്. അന്നത്തെ കാലത്ത് ഈ സർക്കാർ അപ്പച്ചന് എനിക്ക് ഇവര് മാരേജ് ആലോചിക്കുന്ന സമയത്ത് ഇവര് പ്രൊവൈഡ് ചെയ്തിരുന്നത് ഒരു ഗവൺമെന്റ് ജോലി, അതായത് ഒരു സ്ഥിരം വരുമാനമുള്ള ഒരാളെയാണ് അപ്പച്ചൻ ആഗ്രഹിച്ചിരുന്നത്.
പിന്നെ ഇവർ കാണാനായിട്ട് അവിടെ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ നിരാശപ്പെടുത്തി വിടണ്ടല്ല എന്നും പറഞ്ഞൊരു ചാൻസ് കൊടുത്തു. അടുത്ത വീട്ടിലാണ് അത് അറേഞ്ച് ചെയ്തത്. അവിടെ പോയിട്ട് ഒരു പെണ്ണ് കാണൽ ചടങ്ങൊക്കെ നടത്തി. കണ്ട ഉടനെ എന്തോ നമ്മളുടെ ഭാഗ്യമാണെന്ന് തോന്നണ്. അവരപ്പോൾ തന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞു. പിറ്റേന്ന് അപ്പച്ചൻ ചേട്ടനെ പറ്റിയുള്ള ഒരു അന്വേഷണമായിട്ട് ഇറങ്ങിയാണ്. അപ്പച്ചനും വീട്ടുകാർക്കൊക്കെ അപ്പം തന്നെ ആ സ്പോട്ടിലെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഒത്തിരി ഇഷ്ടപ്പെട്ട്. അപ്പം ഞാനും അതിലേക്ക് ആയി നമ്മൾ. കാരണം പിന്നെ എന്നെ സംബന്ധിച്ച് ഞാൻ അന്നൊരു ചെറിയൊരു കുട്ടി, ഇത്രയും ആരോഗ്യമൊന്നുമില്ല. ചേട്ടൻ വലിയൊരു ആള്, 90 കിലോ അന്നുണ്ട്. ആ ജാനുഭാവം നല്ല സൈസാ. ഞാനന്ന് ചെറിയ, ഞാൻ ഇപ്പോഴാണ് വണ്ണമൊക്കെ വെച്ചത്. അപ്പം ഒരു ഡിഫറൻസ് ഉണ്ടായിരുന്നു. എന്നാലും നമ്മൾ വീട്ടുകാർ പറയണ ആ ഒരു കാര്യം നമ്മൾ ആക്സെപ്റ്റ് ചെയ്തു. പക്ഷെ എനിക്ക് അന്ന് തുടങ്ങി ഇന്ന് വരെ ദൈവത്തിന്റെ അനുഗ്രഹം എന്ന് പറയാം. ഒത്തിരി സന്തോഷമുള്ള ഒരു ലൈഫാണ് ചേട്ടൻ തന്നുകൊണ്ടിരിക്കുന്നത്. വെരി ഗുഡ്. അപ്പൊ ഞാൻ തിരിച്ചിങ്ങോട്ട് വരാം. അപ്പൊ ഭാര്യയൊക്കെ ബിസിനസ്സിലെത്തി, അപ്പൊ ഇനി ജീവിതത്തിലേക്ക് എത്തി. അപ്പൊ ഇനി ബിസിനസ്സൊക്കെ ഒന്ന് വിപുലീകരിക്കണ്ടേ? അടുത്ത പടി എന്തായിരുന്നു? നമ്മൾ പാത്രത്തിൽ നിന്ന് വെള്ളി എത്തി ഇങ്ങനെ നിൽക്കുകയാണ്. ശരിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അന്ന് വളരെ ഹാപ്പി ആയിരുന്നു. ഇപ്പോൾ നന്നായിട്ട് ബിസിനസ് നടക്കുന്നുണ്ട്. അത്യാവശ്യം അവിടെ ആ നാട്ടിൽ നമ്മളറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് കച്ചവടത്തിൽ. അപ്പൊ താങ്കൾ കച്ചവടം ചെയ്യുന്നൊക്കെ വീട്ടിലിരുന്നിട്ട്? അതെ അതെ, വീടിന്റെ ഒരു മുറിയിൽ ഇരുന്നിട്ടായിരുന്നു. അപ്പോൾ അവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ടായി. എന്തായിരുന്നു അത്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് രാവിലെ ഈ കച്ചവടക്കാർക്കാണല്ലോ ഞാൻ വെള്ളിയാഭരണങ്ങൾ കൊടുക്കുന്നത്. അപ്പോൾ വെള്ളിയാഭരണങ്ങൾ അവർ എടുത്തിട്ട് അവർ രാവിലെ പോകുന്ന ആൾക്കാരായിരിക്കുള്ളൂ ഫീൽഡിലേക്ക്. അപ്പോൾ അവർ നമ്മളിൽ നിന്ന് എടുക്കാൻ പറ്റുന്നത് അതിരാവിലെ, ഇപ്പോൾ പറയുന്നുണ്ട് 5 മണിക്കും 6 മണിക്കൊക്കെയാണ് വിളിച്ച് എഴുന്നേപ്പിച്ചിട്ടൊക്കെ എടുക്കാൻ വരുന്നത്. അപ്പൊ അതൊരു തലവേദനയാണ്. അപ്പോൾ ഒരു ഭാര്യയുടെ പ്രൊപ്പോസൽ എന്തായിരുന്നു? ശരിക്കും പറഞ്ഞാല് അപ്പോൾ കവിതയാണ് എന്നോട് പറഞ്ഞത്, ഇങ്ങനെ നമുക്ക് ഇതിനൊരു മാറ്റം വരുത്തണം, ഈ നമുക്കൊരു ഷോപ്പ് തുടങ്ങുന്നുള്ളത്. ഷോപ്പ് തുടങ്ങാം. ഞാൻ അങ്ങോട്ടോട് ചോദിക്കാമല്ലോ, പിന്നെ ഇവിടെ ഇരിപ്പുണ്ടല്ലോ. എന്തായിരുന്നു ആ സന്ദർഭം? എന്തിനാണ് അങ്ങനെ പറഞ്ഞത്? കല്യാണം കഴിഞ്ഞു ഞാൻ വന്നപ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ആ വീട്ടിലെല്ലാവരും തന്നെ ഒരു ബിസിനസ് മൈൻഡുള്ള ഒരു ഫാമിലി. അപ്പച്ചൻ ഉൾപ്പെടെ ഇവർ ചേട്ടനനിയന്മാരെല്ലാവരും ബിസിനസ്സിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ്. ഒരു വൈകുന്നേരം ഇത് തന്നെയാണ് ചർച്ച. അപ്പം ഞാൻ ചിന്തിച്ചു, ചേട്ടന് അതിനേക്കാൾ ഒരു പടി മുന്നിലായിട്ട് അതിനുള്ളൊരു കഴിവുള്ളതുപോലെ എനിക്ക് തോന്നി. അപ്പം നമ്മളുടെ മനസ്സിലേക്ക് ചിന്തിക്കാൻ, അതായത് ഈ ഷോപ്പ് തുടങ്ങണം എന്നുള്ളൊരു കൺസെപ്റ്റ് എനിക്ക് വന്നത് ഒരു ഓർഡർ ഇല്ലാത്തൊരു ലൈഫ്. വെള്ളിയൊക്കെ നന്നായിട്ട് ബിസിനസ് ചെയ്യുന്നുണ്ട്. രാവിലെ ഒരു 3 മണി 4 മണിക്ക് തുടങ്ങി ആ മുറിയിലേക്ക് കയറിയാൽ, വെളുപ്പിന് കയറിയാൽ പിന്നെ ആൾ അതിൽ നിന്ന് ഇറങ്ങണത് ഒരു 10 മണിയൊക്കെ ആവും. നല്ല രീതിയിൽ ബിസിനസ് ഉണ്ട്. അപ്പം അതിൽ നിന്നൊരു മാറ്റം, കഴിവുള്ള ഒരു വ്യക്തിയെ എങ്ങനെയെങ്കിലും ഒന്ന് പുറത്ത് ചാടിക്കണം. അങ്ങനെ നിരന്തരം ഒരു പറഞ്ഞുകൊണ്ടിരുന്നു, നമ്മൾക്ക് എങ്ങനെയെങ്കിലും ഒരു ഷോപ്പ് തുടങ്ങണം ചേട്ടാ, എന്നിട്ട് അതിലേക്ക് മാറിക്കഴിഞ്ഞാൽ ചേട്ടന് കുറേയും കൂടി ഡെവലപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കാഴ്ചപ്പാട് എനിക്ക് തോന്നി. ഞാൻ പറഞ്ഞ വാക്ക് അതേപടി ആള് അനുസരിച്ചു. അല്ലേ? അപ്പൊ അവിടെയും ഈ ഷോപ്പിൽ ഒതുങ്ങിയോ വെള്ളി കച്ചവടം? അതിന് വേറെ ലെവലിലേക്ക് പോയോ? അടുത്തത് എന്താണ്? അല്ലെ, ഷോപ്പ് തുടങ്ങിയെന്ന് പറയണേല് അത് തുടങ്ങിയെന്ന് പറഞ്ഞാൽ അതിലൊരു കഥയുണ്ട്. ശരിക്കും പറഞ്ഞാല് ഷോപ്പ് എനിക്ക് വേണമെങ്കിൽ എന്ത് വേണമെങ്കിലും തുടങ്ങാമായിരുന്നു. പക്ഷെ ഞാൻ തുടങ്ങിയത് സ്വർണ്ണക്കടയാണ്. സ്വർണ്ണക്കട. അപ്പൊ പാത്രത്തിൽ നിന്ന് വെള്ളിയായി, വെള്ളിയിൽ നിന്ന് സ്വർണ്ണം. അപ്പൊ ഇങ്ങനെ കയറ്റമാണ്. അതെ അതെ, സ്വർണ്ണം. അത് തന്നെ. ഈ ആക്രി സാധനങ്ങളിൽ നിന്ന് തുടങ്ങിയ ആള് പിന്നീട് പാത്ര കച്ചവടമായി, പിന്നെ അത് വെള്ളിയാഭരണങ്ങളിൽ കച്ചവടമായി, അത് ഹോൾസെയിലായി, പിന്നെ അടുത്തത് ഈ സ്വർണ്ണം. ഞാൻ സ്വർണത്തിലേക്ക് എടുത്ത് ചാടി. പിന്നെയാണ് എനിക്ക് മനസ്സിലാവുന്നത് ഇതിൻ്റെ ഒരു വല്ലാത്തൊരു അവസ്ഥ. കാരണം എനിക്ക് ഇതിന് ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക് സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ധൈര്യത്തിൽ ഞാൻ എല്ലാ ആളുകളോടും ഇതിനെപ്പറ്റി പറയുകയും അതുപോലെ കടയൊക്കെ എടുത്ത് പബ്ലിഷ് ചെയ്ത് എല്ലാവരെയും ക്ഷണിക്കുകയും എല്ലാം കാര്യങ്ങളൊക്കെ നടത്തി. അവസാനം നിമിഷമാണ് ബാങ്കുകാർ അവസാന ഒരു 3-4 ദിവസത്തിനുള്ളിലാണ് അവർ പറയുന്നത് ലോൺ ശരിയാവില്ലെന്നുള്ളത്. അതോട് ഞാൻ പിന്നെ പിന്നെ എനിക്ക് അന്നേരത്ത് എനിക്ക് എന്നെ സഹായിച്ചത്, എനിക്കിപ്പോൾ അത് ആ ഒരു പ്രശ്നത്തിന് ഞാനത് അതിജീവിച്ചത് സത്യത്തിൽ ഈ കവിതയുടെ കയ്യിലുണ്ടായിരുന്ന സ്വർണം. അതുപോലെ തന്നെ എൻ്റെ ഒരു കൂട്ടുകാരൻ കണ്ണൻ, ആളുടെ ഭാര്യയുടെ ഒരു കയ്യിലുണ്ടായിരുന്ന ഭാര്യയുടെ സ്വർണം. ഇത് രണ്ടുമാണ് എനിക്ക് മെയിനായിട്ട് എനിക്ക് മൂലധനമായിട്ട്. എന്തായിരുന്നു അപ്പൊ വീട്ടിൽ വന്ന് സ്വർണ്ണമാണോ ചോദിച്ചത്? അത് എന്തായിരുന്നു സിറ്റുവേഷൻ? എന്തായിരുന്നു? ഇല്ല, നമ്മള് ബാങ്കുകാര് നമ്മൾ ഒന്നിച്ചെടുത്തൊരു തീരുമാനമാണല്ലോ. ബാങ്കുകാര് ലോൺ തരാന്ന് പറഞ്ഞു. നമ്മൾ ആ സമയത്ത് പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ആദ്യമൊക്കെ ഭയങ്കര സങ്കടവും വിഷമവും ഒക്കെ ഉണ്ടായി. കുറെ നേരമൊക്കെ ഇരുന്ന് കരഞ്ഞു പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. പിന്നെ നമ്മളപ്പോൾ തീരുമാനിച്ചു, നമ്മളെ അവോയ്ഡ് ചെയ്യുമ്പോൾ അവരുടെ മുന്നിലേക്ക് ഉയർത്തി കാണിക്കേണ്ടതാണ് ലൈഫ്, അല്ലാണ്ട് അവിടെ നിന്ന് കരഞ്ഞിട്ട് കാര്യമില്ല. നമ്മളപ്പോൾ പെട്ടെന്ന് ഒരു ഡിസിഷൻ എടുക്കേണ്ട ഒരു സമയമായിരുന്നു. ആ സമയത്ത് നമ്മളത് ചെയ്തില്ലെങ്കിൽ ഇതുപോലെ നമുക്ക് വളരാൻ പറ്റില്ല.
അങ്ങനെ നമ്മളുടെ കയ്യിലുണ്ടായ ഉണ്ടായ മൂലധനം എന്ന് പറഞ്ഞാൽ ആ ഗോൾഡ് മൊത്തം ചേട്ടനിലേക്ക് കൊടുത്ത് എന്ത് വേണമെങ്കിലും നമ്മൾ ആ ഉദ്ദേശിച്ച ആ ഡേറ്റിന് തന്നെ നമ്മൾക്ക് ഇത് സ്റ്റാർട്ട് ചെയ്യണം. അവിടെ കുറവ് ഗോൾഡ് ആയാലും മതി, പക്ഷെ സ്റ്റാർട്ട് ചെയ്തിരിക്കണം എന്നത് ഞങ്ങളുടെ രണ്ടുപേരുടെയും കൂടെ ഒരു വാശിയായിരുന്നു. അപ്പൊ അങ്ങനെ ഭാര്യ തന്ന സ്വർണം, സുഹൃത്ത് കാണേണ്ട ഭാര്യയുടെ സ്വർണം, അത് വെച്ചിട്ട് ആ സ്ഥാപനം തുടങ്ങി. അത് നന്നായി പോയോ? പക്ഷെ കട തുടങ്ങിയപ്പോഴാണ് എനിക്ക് വേറെ പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത്. കാരണം കട തുടങ്ങാനായിട്ട് നമുക്ക് എല്ലാവർക്കും സാധിക്കും. പക്ഷെ എനിക്ക് അതിനു മുമ്പ് കട എന്താണെന്നോ സ്വർണം എന്താണെന്നോ ഷോപ്പ് നടത്തിയുള്ള ഒരു പരിചയമോ കുടുംബത്തിലെ ആർക്കെങ്കിലും അങ്ങനെയുള്ള എക്സ്പീരിയൻസോ എവിടെയെങ്കിലും നിന്നുള്ള പരിചയമോ ഒന്നുമില്ല. പക്ഷെ തുടങ്ങിക്കഴിഞ്ഞപ്പോഴാണ് അയ്യോ ഇനി അടുത്ത സ്റ്റെപ്പ് എന്ത് ചെയ്യും എന്നുള്ളതിനെ കുറിച്ച് ആലോചിക്കുക. അപ്പോൾ ഈ കടയിലേക്ക് ആളെ ഒന്ന് ആകർഷിക്കാൻ വേണ്ടിയിട്ട് കയറ്റാൻ വേണ്ടിയിട്ട് എനിക്ക് അന്ന് തോന്നിയ ഒരു ബുദ്ധിയാണ് ഈ സ്വർണ്ണാഭരണ സമ്പാദ്യ പദ്ധതി ആരംഭിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനും ആളുകൾ വന്ന് നമ്മളുടെ അടുത്ത് ചേരാനോ എടുക്കാനോ ഒന്നും കഴിയില്ല. അപ്പോൾ ഞാൻ കണ്ടുപിടിച്ച ഒരു ടെക്നിക്കാണ് ഈ പരസ്യത്തിനും സംഭാവനയ്ക്കൊക്കെ വേണ്ടിയിട്ട് ക്ലബ്ബുകളും അതുപോലെ പല പല സംഘടനകളൊക്കെ നമ്മുടെ അടുത്ത് വരും. അപ്പോൾ അവിടെ അവരായിട്ട് പരിചയപ്പെടുമ്പോൾ ഞാൻ അവരായിട്ട് ഒരു കണ്ടീഷൻ വയ്ക്കും. ഞാൻ നിങ്ങൾ പറയുന്ന സംഭാവന അല്ലെങ്കിൽ ഈ പരസ്യം ഇതൊക്കെ ഞാൻ തരാം, പക്ഷെ നിങ്ങൾ എന്നെ ഒന്ന് സഹായിക്കണം. കാരണം നിങ്ങളുടെ അടുത്ത് ഞാൻ വരാം, നിങ്ങളുടെ അടുത്ത് വന്നിട്ട് നിങ്ങളുടെ അടുത്തുള്ള കൂട്ടുകാരെ അല്ലെങ്കിൽ അയൽവക്കക്കാരെ ഒക്കെ എന്നെ ഒന്ന് പരിചയപ്പെടുത്തുക. അപ്പോൾ ഞാൻ നിങ്ങളെ സഹായിക്കുന്ന പോലെ എന്നെ ഒന്ന് സഹായിക്കും. അതേപോലെയാണ് കേട്ടോ എല്ലാവരും ഒരുപാട് പേര് എന്നെ സ്നേഹിക്കുന്ന ഒത്തിരി സുഹൃത്തുക്കൾ, അതുപോലെ തന്നെ വന്ന് പരിചയപ്പെടുന്ന ആൾക്കാരൊക്കെ ഒരുപാട്. അപ്പൊ ഈ സംരംഭം വളർന്നോ? തീർച്ചയായിട്ടും അങ്ങനെ ഈ സ്വർണ്ണാഭരണ സമ്പാദ്യ പദ്ധതിയായിട്ട് തുടങ്ങിയത് പിന്നീട് അത് ഒരു ചിട്ടി കമ്പനിയായിട്ട് മാറ്റി. വെരി ഗുഡ്. ആ ചിട്ടി കമ്പനി എന്ന് പറയുന്നത് വൈപ്പിംഗ് കുറിസ് ആൻഡ് ഫിനാൻസ് എന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മുടെ 3 ജില്ലകളിലായിട്ട് തൃശ്ശൂർ, എറണാകുളം, ആലപ്പുഴ ജില്ലകളിൽ ആയിട്ട് വ്യാപിച്ചു കിടക്കുന്ന ഒരു വലിയൊരു സ്ഥാപനം. അതിന് ഏതാണ്ട് 6 ബ്രാഞ്ച് ഉണ്ട്. അന്ന് തന്നെ പറയുന്നുണ്ടെങ്കിൽ ഒരു 100-200ഓളം സ്റ്റാഫ് വന്നുണ്ട്. വെരി ഗുഡ്. അപ്പൊ ചിട്ടി കമ്പനി അടുത്ത ലെവലിലേക്ക് പോയോ? ചിട്ടി കമ്പനി പിന്നീട് ഇപ്പോൾ പറയുന്നുണ്ടെങ്കിൽ അത് കുറച്ച് വരെയാണ്. കാരണം ഈ ചിട്ടി ആക്ടും മറ്റുള്ള കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം അത് നടത്തിക്കൊണ്ട് പോകാനായിട്ടുള്ള പ്രായോഗിക ബുദ്ധിമുട്ടുണ്ട് നമ്മൾ അവസാനിപ്പിച്ചുകൊണ്ടിരിക്കുക. ആരൊക്കെ താങ്കളപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞ് ഇവിടെ സ്വർണമൊക്കെ അടിച്ചു കയറുന്നുണ്ട്, ചിട്ടിയിലോട്ടൊക്കെ പോയി. അപ്പോൾ ബിസിനസ്സിൽ ഇൻവോൾവ് ആവാനുള്ള സമയമൊക്കെ കിട്ടിയോ? ബിസിനസ്സിലെന്ന് വെച്ചാൽ എനിക്ക് 3 മക്കളാണ്. പിള്ളേർ ചെറിയ കുട്ടികളായതുകൊണ്ട് എനിക്ക് ഫുൾ ടൈം ഒന്നും ആ സമയത്ത് ഓഫീസിലൊന്നും പോകാൻ പറ്റാറുണ്ടായില്ല. എന്നാലും വീട്ടിൽ ഞങ്ങൾ ഇത് ഷെയർ ചെയ്യും. വീട്ടിലെ മക്കൾ കുഞ്ഞിതായിരുന്നപ്പോൾ പോലും ഞങ്ങളുടെ ഡൈനിങ് ടേബിളിൽ ഇത് ചർച്ച ചെയ്യാത്ത ഒരു ദിവസമില്ല. ഓരോ സ്റ്റാഫുകളെയും ഓരോ ഓഫീസിൽ എന്ത് നടക്കണം എന്നുള്ളത് ഞങ്ങളുടെ വീട്ടിൽ എല്ലാം വന്ന് പറയും. അത് ഞങ്ങൾക്ക് പാളെ കണ്ടില്ലെങ്കിൽ പോലും അവരെ പേര് പറഞ്ഞാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും വൈകാട്ടെ. അത് അന്നും ഇന്നും അങ്ങനെ ഇൻവോൾവ് ആണ്. ചേട്ടലോട്ട് വരികയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താണ് തുടങ്ങിയത്? അതിനുശേഷം പിന്നെ ഫിനാൻസിൻ്റെ രംഗത്തേക്ക് മാറി. ഇപ്പോൾ ചിട്ടി പറഞ്ഞില്ലേ, ചിട്ടി വ്യവസായം പ്രൈവറ്റ് മേഖലയിലൊക്കെ ഒത്തിരി പ്രാക്ടിക്കലായിട്ട് ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഞാനത് ഒന്ന് സ്ലോ ഡൗൺ ആക്കിയിട്ട് പിന്നീട് നമ്മുടെ ഫിനാൻസിങ് മേഖലയിലേക്ക് കയറി. എന്ത് പേരിലാണ്? കവിത ഫിനാൻസ്. നമ്മുടെ ജ്വല്ലറിയും കവിതയായിരുന്നു. അതെ കവിത. അതൊക്കെ ഐശ്വര്യമാണ്. തീർച്ചയായിട്ടും. അപ്പൊ ഫിനാൻസ് എന്താണ്? അതെ. പിന്നീട് ഈ 2014 ഫിനാൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ലോൺ കൊടുക്കുന്നു. അതെ, സാധാരണ ഒരു ഫിനാൻസ്. നമ്മളുടെ സ്വന്തം പണം കൊണ്ടാണ് നമ്മളത് ചെയ്തിരുന്നത്. പിന്നീട് 2014 വന്നു കഴിഞ്ഞപ്പോൾ അത് 2014 2016 ഒരു കവിതാ നിധി ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ട് ഒരു നിധി കമ്പനി സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ ഏതാണ്ട് 6 വർഷമായി ഇപ്പോൾ നിധി കമ്പനി ആരംഭിച്ചിട്ട് നല്ല രീതിയിൽ പോകുന്നത്. അപ്പൊ ഇത്രയും സ്ഥാപനങ്ങളൊക്കെ ആയപ്പോൾ ഒരു സ്വന്തം കെട്ടിടം അങ്ങനെയുള്ള പിന്നെ 2003 2002 നമ്മള് ചെറിയ രീതിയിൽ തുടങ്ങിയ ജ്വല്ലറി അത് വലിയ രീതിയിലേക്ക് വലിയൊരു ഷോപ്പിംഗ് കോംപ്ലക്സും അതിൽ വലിയൊരു ഓൾഡ് സൂപ്പർ മാർക്കറ്റും ടെക്സ്റ്റൈലും അതുപോലെ തന്നെ നിധിയുടെ ഓഫീസും അതുപോലെ ഫിനാൻസിന്റെ ഓഫീസും വലിയൊരു ഇതായിട്ട് അത് കൺവേർട്ട് ചെയ്തു. മാത്രമല്ല നല്ല രീതിയിൽ അത് വളർന്നു. ഓക്കെ. അപ്പൊ ഇന്ന് ഇപ്പൊ എത്ര പേർക്ക് തൊഴിൽ കൊടുക്കുന്നുണ്ട്? ഇന്ന് ഇപ്പൊ പറയുന്നുണ്ടെങ്കിൽ 400ഓളം പേർക്ക് തൊഴിൽ. എക്സലന്റ്. ചെറുതായിട്ട് താങ്കൾ ഒരു അഗ്രികൾച്ചറും ചെയ്ത് 400 പേർക്ക് തൊഴിൽ കൊടുക്കുന്നുണ്ട്. കവിത ഇപ്പൊ ഇതിലൊക്കെ ഇൻവോൾവ് ആയോ? ഇപ്പൊ ഇൻവോൾവ് ആയി. മോൾക്ക് ഇളയ കുട്ടിക്ക് 3 വയസ്സ് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഫുൾ ടൈം ആയിട്ട് ചേട്ടൻ്റെ ഓഫീസിൽ പോയി തുടങ്ങി. ഇപ്പൊ നമ്മുടെ ചെറായി ബ്രാഞ്ചിലെ എല്ലാ അത്യാവശ്യ കാര്യങ്ങളും ടെക്സ്റ്റൈൽസ് ഒക്കെ ഞാൻ നോക്കുന്നുണ്ട്. ടെക്സ്റ്റൈൽസ് ഒക്കെ ഡയറക്ടറാണ്.
അങ്ങനെ അത്യാവശ്യം കാര്യങ്ങൾ ഇപ്പൊ ഫുൾ ടൈം പാർട്ട്ണർ എന്ന നിലയിൽ തന്നെ പോണുണ്ട്. സമയമുണ്ടല്ലോ അല്ലേ? സമയമുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ഈ ഫിനാൻസ് കമ്പനി വളർന്നതിനിടയിൽ അടുത്ത ഗ്രോത്തിലേക്ക് ചിന്തിച്ചോ? അതിനെന്തെങ്കിലും സാധ്യതകളുണ്ടായിരുന്നു? ഇപ്പോ ഈ 2021 ഒരു NBFC നോൺ ബാങ്കിങ് ഫിനാൻസിങ് കമ്പനി ടേക്ക് ഓവർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പേര് ഫ്രീമൻ ഇൻവെസ്റ്റ്മെന്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ്. അതും ഇപ്പം നന്നായിട്ട് പോകുന്നു. നമ്മളുടെ ഈ കവിത ഫിനാൻസ് എന്ന് പറയുന്ന സ്ഥാപനം അത് ഇതിലേക്ക് മൈഗ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ 400 പേർക്ക് തൊഴിൽ കൊടുക്കുന്ന പറയുമ്പോൾ നമുക്ക് എന്ത് വിറ്റുവരവുണ്ട് കവിത ഫിനാൻസും നമ്മുടെ ഗ്രൂപ്പ് എടുത്ത്? കവിതാ നിധിയിൽ മാത്രം ഏതാണ്ട് ഒരു 100 കോടിയിലധികം ബിസിനസ് ഉണ്ട്. ഓ, വെരി ഗുഡ്. എത്ര ബ്രാഞ്ചുകളിലൂടെ? 4 ബ്രാഞ്ച്. 4 ബ്രാഞ്ച്. അപ്പൊ ഈ പുതിയ NBFC ഇത് വരുന്നതോടുകൂടി എത്ര ബ്രാഞ്ചുകളാവുകയാണ്? ഏതാണ്ട് എല്ലാം കൂടി ഒരു 20 ബ്രാഞ്ചുകളും വരും. 20ഓളം ബ്രാഞ്ച് നിധി ഫിനാൻസ്. ഓക്കെ. അപ്പൊ ഈ പുതിയ NBFC വരുമ്പോഴത്തേക്കും ബ്രാഞ്ചുകളുടെ എണ്ണം കൂടുകയാണോ? ടേക്ക് ഓവർ വരുമ്പോഴത്തേക്കും അതെ, കൂടുകയാണ്. അതെ. അതാണ് 20 പറഞ്ഞത്. അല്ല, ഇപ്പോ 20 ബ്രാഞ്ച് ഉണ്ട് മൊത്തത്തിൽ. ഈ നിധി കമ്പനിയും NBFC എല്ലാം കൂടിയിട്ട് 20 ബ്രാഞ്ചാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ 100 കോടി വിറ്റുവരവ്, 400 പേർക്ക് തൊഴിൽ. അപ്പൊ ഇതുകൂടി വരുന്നതോടുകൂടി അത് കോടികളുടെ കണക്ക് ഇരട്ടിയാവും. തീർച്ചയായിട്ടും. ഓക്കെ. താങ്കൾ വളരെ എളിയ രീതിയിൽ തുടങ്ങിയ ഒരു സംരംഭമാണത്. അത് വളർത്തി വലുതാക്കി അല്ലേ? അടുത്ത തലമുറയൊക്കെ ഇതിലെത്തി തുടങ്ങിയോ? തീർച്ചയായിട്ടും. എൻ്റെ മകൻ ഇതിൽ ഇപ്പോൾ ഡയറക്ടറാണ്. എൻ്റെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. അവൻ പഠിച്ചത് MBA ആണ്, പുറത്തായിരുന്നു. അപ്പോൾ 2 പെൺമക്കളുണ്ട്. പെൺകുട്ടികളാണ്. അവര് രണ്ടുപേരെയും CA തന്നെയാണ് ഇട്ടേക്കണത്. അത് ചേട്ടൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. കാരണം ഞങ്ങളുടെ കാലം കഴിഞ്ഞാൽ ഈ നമ്മളുടെ ഉണ്ടാക്കിയ ഈ സ്ഥാപനം അതിനേലും മികച്ച രീതിയിലേക്ക് പോകണം എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് മോൻ MBA, പെൺകുട്ടികളെ CA. ഇപ്പൊ അതുപോലുള്ള ഒരു ഫാമിലിയെ തന്നെയാണ് ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും കൂടി സപ്പോർട്ടായിട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. കാരണം അത് നല്ല രീതിയിൽ തന്നെ പോകണം എന്ന് വിചാരിക്കുന്നത്. പിന്നെ നമ്മൾക്കൊരു ഓഡിറ്റോറിയം കൂടി ഉണ്ട്, കവിത ഈവന്റ് ഹബ് എന്ന് പറഞ്ഞിട്ടൊരു ഓഡിറ്റോറിയം. ഞങ്ങളുടെ വീടിനോട് ചേർന്നിട്ട് തന്നെ ഒരു ഓഡിറ്റോറിയം, നല്ല അത്യാവശ്യം പാർക്കിംഗ് സൗകര്യത്തോട് കൂടിയിട്ടുള്ള ഒരു ഓഡിറ്റോറിയം. വളരെ ചെറിയ രീതിയിൽ തുടങ്ങി ഇങ്ങനെ ശൃംഖല വിപുലീകരിച്ച് വലുതാക്കി കഴിഞ്ഞു. ശരിക്കും ഭാവി സ്വപ്നങ്ങൾ എന്താണ്? ഇനി നമ്മുടെ NBFCയുടെ ബ്രാഞ്ചസ് ഒരു 50 ബ്രാഞ്ച് ആക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു സ്വപ്നം. അതിനുശേഷം നമ്മളുടെ ഈ CSR ഫണ്ടൊക്കെ ഉപയോഗിച്ചിട്ട് നല്ലൊരു ബ്രാഞ്ച് ആക്കുന്നതോടൊപ്പം തന്നെ 1000 പേർക്ക് തൊഴിൽ കൊടുക്കാനുള്ളത്. അതോടൊപ്പം തന്നെ ഈ അതിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം, അതായത് CSR ഫണ്ട് ഉപയോഗിച്ചിട്ട് ഒരു ചാരിറ്റബിൾ ട്രസ്റ്റൊക്കെ രൂപീകരിച്ച് ഈ സമൂഹത്തിന് വേണ്ടിയിട്ട് സേവനം, നല്ല സർവീസൊക്കെ ചെയ്ത് സ്വസ്ഥമായിട്ട് ജീവിക്കുക എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയൊരു ആഗ്രഹം. കാരണം അടുത്ത തലമുറ വന്നു കഴിഞ്ഞു. തീർച്ചയായിട്ടും നമ്മളുടെ ഇനിയുള്ള എക്സ്പാൻഷൻ തീർച്ചയായിട്ടും നല്ലൊരു സാധ്യത നമുക്ക് മുന്നിലുണ്ട്. പക്ഷെ ആ കാര്യങ്ങളൊക്കെ അടുത്ത ജനറേഷൻ ഏൽപ്പിച്ചിട്ട് ഒരു ലെവലെത്തി ഏൽപ്പിച്ചിട്ട് ചെയ്യാം. സത്യത്തിൽ താങ്കളുടെ കഥ വളരെ ഇൻസ്പയറിംഗ് ആണ്. വളരെ ചെറിയ രീതിയിൽ അല്ലേ? എനിക്ക് ഊഹിക്കാനാവും 12 വയസ്സുള്ള ഒരാൾ പത്രമൊക്കെ ആയിട്ട് കച്ചവടം ചെയ്യാൻ പോകുന്നു, ആക്രി കച്ചവടം ചെയ്യുന്നു. അവിടെ നിന്നൊക്കെ എത്തി വലിയൊരു ശൃംഖല തന്നെ സൃഷ്ടിച്ചു. താങ്കളുടെ വിജയത്തിന്റെ പിന്നിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെന്താണ്? അത് 3 കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. ഒന്ന്, എൻ്റെ കസ്റ്റമേഴ്സ്. ഒന്നുമില്ലാത്ത എന്നെ വിശ്വസിച്ച് എന്നെ ഏൽപ്പിച്ച അവരുടെ ഒരു സ്നേഹവും വിശ്വാസവും, എല്ലാ കാര്യങ്ങളും. അതുപോലെ എൻ്റെ കുടുംബത്തെ പോലെ എന്നോടൊപ്പം തോളോട് തോൾ ചേർന്ന് നിൽക്കുന്ന എൻ്റെ മുന്നണി പോരാളികളായിട്ട് നിന്ന് പ്രവർത്തിക്കുന്ന എൻ്റെ ജീവനക്കാർ, എൻ്റെ കുടുംബാംഗങ്ങൾ. ഈ 3 കൂട്ടരാണ് എന്നെ സംബന്ധിച്ചോളം എന്നെ ഇത്രയും വലുതാക്കിയതിൻ്റെ ആൾക്കാർ. വർഗീസ് ചേട്ടനും കവിതയും ഹാപ്പിയാണെന്ന്? തീർച്ചയായിട്ടും ഹാപ്പി. നിങ്ങൾ കേട്ടു വർഗീസ് ചേട്ടൻ്റെയും കവിതയുടെയും ഇൻസ്പയറിംഗ് ആയിട്ടുള്ള സ്പാർക്കുള്ള ഒരു സ്റ്റോറി. അതൊരു ചെറിയ സ്റ്റോറി അല്ല, ഒരു വലിയ സ്റ്റോറി തന്നെയാണ്. ഇവരുടെ കഥ എൻ്റെ പാർട്ട്നേഴ്സായ രംഗു അന്നയും പറയുമ്പോൾ തന്നെ എനിക്കറിയാമായിരുന്നു ഇതൊരു സ്പാർക്കുള്ള കഥയാവുമെന്ന്. വേറൊന്നും കൊണ്ടല്ല, ചെറിയ തുടക്കങ്ങളിൽ നിന്നാണ് വലിയ നേട്ടങ്ങൾ ഉണ്ടാവുന്നത്. അതോടൊപ്പം തന്നെ പഠിക്കാൻ ഏറെയുണ്ട് ഈ ദമ്പതികളിൽ നിന്ന്. ഒന്ന്, നന്നായി കഠിനാധ്വാനം ചെയ്യുന്ന മനസ്സ്, കഠിനാധ്വാനം ചെയ്യാൻ തയ്യാറായി എന്ന് മാത്രമല്ല നല്ലൊരു ടീമിനെ ബിൽഡ് ചെയ്യാനുള്ള കഴിവ്, ചെറുതിൽ നിന്ന് അടുത്ത ലെവലിലേക്ക് ചിന്തിക്കാനുള്ള വിഷൻ, ദീർഘവീക്ഷണം. ആക്രി കച്ചവടത്തിൽ നിന്ന് പാത്രത്തിൽ നിന്ന് വെള്ളി ഹോൾസെയിലായി, സ്വർണമായി, ഓഡിറ്റോറിയമായി, ഫിനാൻസ് കമ്പനിയായി, നിധി കമ്പനിയായി, ഒരു വിഷൻ, ദീർഘവീക്ഷണം. അതോടൊപ്പം തന്നെ നല്ല മനസ്സിനുടമയാണ്. കാരണം അദ്ദേഹം ചിന്തിക്കുന്നത്, ഇനി അടുത്ത ലെവലിലേക്ക് ചിന്തിക്കുന്നത് ഇതിൽ നിന്ന് റിട്ടയറായി സമൂഹത്തിന് എന്തെങ്കിലും ചെയ്യാമെന്നുള്ളതാണ്.
പക്ഷെ അവിടെയാണ് നമ്മൾ പഠിക്കേണ്ടത്. ഏത് സംരംഭം നടത്തുമ്പോഴും ഇതിന് ഒരു കണ്ടിന്യൂഷൻ ഉണ്ടാവണമെങ്കിൽ അടുത്ത തലമുറയ്ക്ക് അവരെ ഇൻവോൾവ് ചെയ്ച്ച് വ്യക്തമായി കൈമാറുകയും വേണം. അതും കൃത്യമായി ചെയ്തതാണ്. ഏതൊരു സംരംഭക കുടുംബത്തിനും മാതൃകയാക്കാൻ പറ്റുന്ന ദമ്പതികളാണ് വർഗീസ് ചേട്ടനും കവിതയും. തീർച്ചയായും ഇത്തരം സംരംഭങ്ങൾ ഇനി നാട്ടിലുണ്ടാവട്ടെ. ഇവർ കണ്ട ആ സ്വപ്നം അടുത്ത ജനറേഷൻ, അവരുടെ മകൻ കെവിൻ ആ ബിസിനസ്സിലെത്തി, ഇനി മക്കളൊക്കെ ബിസിനസ്സിലെത്തുമെന്ന് പറയുന്നു. അവർ ചേർന്ന് ഇത് വളർത്തി പന്തലിച്ച് വലിയ ഒരു സംരംഭമാക്കട്ടെ, ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു സംരംഭമാക്കട്ടെ എന്ന് എനിക്കും നിങ്ങൾക്കുമൊക്കെ പ്രാർത്ഥിക്കാം. വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള സ്റ്റോറി ആയിരുന്നു നിങ്ങളുടെ. ഈ വേദിയിലിരുന്ന് കഥ പറഞ്ഞതിൽ ഞാൻ നിങ്ങളോട് നന്ദി പറയുന്നു. സ്പാർക്ക് ടീമിൻ്റെ പേരിലും ഞങ്ങളുടെ എല്ലാ പ്രേക്ഷകരുടെ പേരിലും എല്ലാ ആശംസകളും. താങ്ക് യു. താങ്ക് യു.